കൈകോർക്കലല്ല, ഇനി പ്രവർത്തിച്ചു തുടങ്ങലാണ് വേണ്ടത്. ഫൈസൽ പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യമാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിനു ചേരുന്നുണ്ട്. വിനുവിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് ആ നാടിനെ പഴയ പോലെ വീണ്ടെടുക്കേണ്ട, ഇനി വേണ്ടത് കണ്ണീരല്ല പ്രവർത്തനമാണല്ലേ? ഉറപ്പായും നമുക്ക് പ്രാർത്ഥനകളെക്കാളധികം പ്രവർത്തനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അവിടെ ചെന്നിട്ട് രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്ക് വേണ്ടുന്ന സംഭാവനകൾ എത്തിച്ചു കൊടുക്കാം. പിന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ സഹായത്തിന് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. നമുക്ക് മുന്നിൽ 2018 പ്രളയമുണ്ട്, 2019 വന്നിട്ടുള്ള പ്രളയമുണ്ട്, കൊറോണയെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. ഉറപ്പായും നമ്മൾ ഇതിനെ അതിജീവിക്കും. കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് പല പല വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പം നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ വേറെ ആയിരിക്കാം, നമ്മൾ വേറെ മതങ്ങൾ ജാതിയിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ അതെല്ലാം മറന്നിട്ട് മലയാളികൾ എന്നുള്ളൊരു വികാരത്തിലേക്ക് എത്തി പലപ്പോഴും നമ്മൾ നമ്മുടെ കേരളത്തെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ നമ്മൾ ഒരുമിച്ച് അതിജീവിക്കും. വയനാട് നമ്മൾ തിരിച്ചു കൊണ്ടുവരും. അവിടെ അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പുതിയ ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അവിടെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യരെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മാനവികതയുടെ ഒരു പുതിയ രാഷ്ട്രീയം പറയേണ്ട സമയമായിരിക്കുന്നു. ഉറപ്പാണ് നമ്മൾ വയനാടിനെ തിരിച്ചു പിടിക്കും. ഇത് കേരളമാണ്, ഇവിടുത്തെ നാട്, മനുഷ്യരൊക്കെയും നല്ലവരാണ്. നമ്മൾ തിരിച്ചു വരും. തീർച്ചയായും വിനുവിന്റെ വാക്കുകൾ വളരെ പ്രചോദനം നൽകുന്നതാണ്. പ്രളയവും പുത്തുമലയും കവളപ്പാറയും കണ്ടവരാണ് നമ്മൾ, അതിനെ അതിജീവിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തെയും നമ്മൾ ഒറ്റക്കെട്ടായി അതിജീവിക്കും, അക്കാര്യത്തിൽ തർക്കമില്ല. പറഞ്ഞതുപോലെ തന്നെ മാനവികതയുടെ രാഷ്ട്രീയം പറയേണ്ട സമയമാണ്. ആ രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒറ്റക്കെട്ടായി കൈകോർത്തുകൊണ്ട് ആ നാടിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ്. ആശിക്കൊണ്ട്